നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ BEd പ്രോഗ്രാമിനെ കുറിച്ച് ഉള്ള കുറച്ച് ഡീറ്റെയിൽസാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസുകളിൽ പുതിയ BEd പ്രോഗ്രാം, അല്ലെങ്കിൽ പുതിയ സ്ട്രീമിലുള്ള BEd പ്രോഗ്രാം, അതായത് 4 വർഷ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമിനുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ BEd 1 കൊല്ലമായിരുന്നു, അതിനുശേഷം അത് 2 കൊല്ലമായി, ഇപ്പോൾ അത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായി. അതായത് മറ്റൊരു ഡിഗ്രിയോടൊപ്പം BEdും കൂടെ നേടുക 4 വർഷം. അപ്പോൾ ഇത് വലിയൊരു നേട്ടമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 വർഷമാണ് ഇപ്പോൾ സാധാരണ എല്ലാ ഡിഗ്രിയും. അതായത് നിങ്ങളൊരു BSc പ്രോഗ്രാം ചെയ്താലും, ഒരു BA പ്രോഗ്രാം ചെയ്താലും, ഒരു BCom ചെയ്താലും, BEd ചെയ്താലും, ടെക് ചെയ്താലും ഇതെല്ലാം 4 വർഷമാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഈ 3 വർഷത്തെ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് 1 വർഷത്തെ BEd ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് 2 വർഷത്തെ BEd. ഇപ്പോൾ ശരിക്കും BEdും ഒരു ഡിഗ്രിയും കൂടി 4 വർഷം കൊണ്ട് ചെയ്യാം. അതായത് ഒരു ഡിഗ്രി തീരുന്ന സമയം കൊണ്ട് തന്നെ ഒരു ഡിഗ്രി പ്രോഗ്രാമും BEdും കൂടി ഒരുമിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പാഠ്യപദ്ധതിയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് BEd എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള ഏതാണ്ട് 64 കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസുകളിൽ നേരെ BEd പ്രോഗ്രാം ഇൻ്റഗ്രേറ്റഡ് 4 ഇയർ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഡേറ്റുകളെക്കുറിച്ചും അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ 64ഓളം വരുന്ന ഈ നാഷണൽ ഇമ്പോർട്ടൻസ് സ്ഥാപനങ്ങളിൽ ഈ BEd ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള പരീക്ഷ, ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്താൻ തീരുമാനമെടുത്തിരുന്നു. സർക്കാർ തീരുമാനമുണ്ടായിരുന്നു. അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇറങ്ങുന്ന NCET പരീക്ഷ, അതിലൂടെയാണ് ഈ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള BEd സ്ഥാപനങ്ങളിലേക്കുള്ള പ്രോഗ്രാം, അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ITEP എന്ന് പറഞ്ഞ പ്രോഗ്രാം. അതാണ് നമ്മളിപ്പോൾ BEd പ്രോഗ്രാം, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നേടാവുന്ന ഏറ്റവും നല്ല പ്രോഗ്രാമാണ് ഈ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ITEP. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പ്രവേശനം നേടാൻ വേണ്ടിയുള്ള പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ആണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നീറ്റ് പോലെയുള്ള പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എന്ന് നമ്മൾ മുൻപ് തന്നെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ IITയുടെ എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അല്ലെങ്കിൽ NTA ആണ്. അവർ തന്നെയാണ് ഈ പരീക്ഷയും നടത്തുന്നത്. അപ്പോൾ മുൻപ് ഇത് ഡേറ്റ് മറ്റൊരു, അതായത് കുറഞ്ഞ ഒരു കാലയളവ് മാത്രമാണ് ഇവർക്ക് അപേക്ഷിക്കാൻ കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാർച്ച് 31, 2025 വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പം മാർച്ച് 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. അപ്പോൾ ഈ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം 31 വരെ അപേക്ഷ നീട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസം വരെ നിങ്ങൾക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാമെന്നുള്ളത് പിന്നീട് അവരറിയിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ IDയിലേക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലോഗിനിലേക്കൊക്കെ അവർ അറിയിക്കും. അപ്പോൾ തൽക്കാലം ഈ 31 വരെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഓർക്കുക. +2 നിങ്ങൾ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന ലിങ്കിൽ കയറി നോട്ടിഫിക്കേഷനൊക്കെ കണ്ട് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി നോക്കുന്നവർക്ക് ഇൻ്റഗ്രേറ്റഡ് ആയി BTech പഠിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഏതായാലും ഏപ്രിൽ 29 ഇതിൻ്റെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകുക. അതായത് 31 മാർച്ച് വരെ അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ എല്ലാം റിസീവ് ചെയ്ത് അതെല്ലാം വെരിഫൈ ചെയ്ത് ശേഷം ഏപ്രിൽ 29 ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കേരളത്തിലുള്ള സെൻറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ഉള്ള കേന്ദ്ര സർവകലാശാലയിൽ സെൻറ്ററുണ്ട്. അതായത് നമ്മുടെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സെൻറ്ററുണ്ട്. കോഴിക്കോട് NITയിൽ സെൻറ്ററുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഗുരുവായൂർ ക്യാമ്പസ് ഉൾപ്പെടെ 64ഓളം വെന്യൂസിലായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഈ ആപ്ലിക്കേഷനിലൂടെ എവിടെയൊക്കെ നമുക്ക് എന്താ പറയുന്ന ഒരു പ്രവേശനം കിട്ടും, അതായത് ഈ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് BTechലേക്ക് പ്രവേശനം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ കോഴിക്കോട്
NIT ഉണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലയുടെ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഗുരുവായൂർ ക്യാമ്പസ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള അവസരമുണ്ട്. അതുകൂടാതെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അവസരം കിട്ടിയേക്കാം, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവസരം കിട്ടിയേക്കാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവസരം കിട്ടിയേക്കാം. 64ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം ഈ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമിന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു BEd നോട്ടമുള്ള ആളാണ്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു അധ്യാപിക ആകാനായിട്ടുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഞാൻ പറയും 2025 ഏറ്റവും മികച്ച അവസരം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഈ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പോയി ചേരുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം തന്നെ BEdും കൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ BEdനോടൊപ്പം അല്ലെങ്കിൽ ഡിഗ്രിയോടൊപ്പം BEd അല്ലെങ്കിൽ BEdനോടൊപ്പം ഡിഗ്രി എന്നുള്ള ഒരു പാറ്റേണിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സമയത്തിൻ്റെ നഷ്ടം ഒട്ടും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ BEd ചെയ്ത് ആ മേഖലയിലെ അധ്യാപകനോ അധ്യാപികയോ ആയി മാറാൻ 4 വർഷം കൊണ്ട് തന്നെ ഈ ഒരു എൻ്റയർ പ്രോഗ്രാം ഡിഗ്രിയും BEdും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടി പഠിക്കാൻ സാധിച്ചാൽ, അതും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കീഴിലാണെങ്കിൽ വളരെ ചെറിയ തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വലിയ ഫീസ് ഒന്നും മുടക്കാതെ നിങ്ങൾക്കൊരു ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണിത്. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ ചാനലിലൂടെ എങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലുമൊക്കെയോ ഇത് ഉപയോഗപ്പെട്ടേക്കാം എന്ന് തോന്നലുണ്ടെങ്കിൽ ദയവായി അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.